രത്നീജ് വാ. ദേ നോക്കി അച്ഛൻ. അച്ഛാ ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛനെ കാണാൻ? നന്നായിട്ടുണ്ട്. നല്ല ഐശ്വര്യം വന്നിട്ടുണ്ട്. അച്ഛനൊന്നും പതിവുള്ളതല്ലോ. രാവിലെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടാ? ബാറിലേക്കാണോ? അല്ല, അച്ഛൻ രാത്രി എപ്പോഴാ വന്നേ? ഞങ്ങള് രാത്രി ഒരുപാട് നേരം കാത്തിരുന്നല്ലോ, എന്നിട്ടും അച്ഛനെ കണ്ടില്ലല്ലോ. അച്ഛൻ ഇനി ഒരു ബാറിലേക്കും പോകുന്നില്ല. അതെ മക്കളെ, അച്ഛൻ ഇന്ന് മുതൽ കുടി നിർത്തി. അത് വെറുതെ. ഇതുപോലെ എത്രയോ തവണ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പറയുന്ന അതേ സ്പീഡിൽ തന്നെ അച്ഛൻ മാറിയിട്ടുമുണ്ട്. എന്നാൽ ഇത് അതുപോലെയല്ല. ഇനി ഞാൻ ഈ വാക്കുമാറ്റുന്ന പ്രശ്നമേ ഇല്ല. എന്റെ പാറുമോൾക്ക് ഞാൻ കൊടുത്ത സത്യമാണ്. ഇനി ഒരിക്കലും ഞാൻ മാറ്റില്ല. അത് എപ്പോ സംഭവിച്ചു? ഇന്നലെ രാത്രിയില് എന്നെ കാത്തിരുന്നിട്ട് നിങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങിയില്ലേ? അപ്പോഴും ഞാൻ വരുന്നതുവരെ പാറുമോൾ എന്നെയും കാത്തിരിക്കായിരുന്നു. കുടിച്ചു ബോധമില്ലാതെ വന്ന എന്നെ പാറുമോൾ ഉപദേശിച്ചു. എന്റെ കുടി കാരണം ഗിരിയും നിങ്ങളൊക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് മോൾ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതെല്ലാം കേട്ടപ്പോ എനിക്കും വല്ലാതെ സങ്കടമായി. കുടി നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നി. അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, സത്യം ചെയ്തു തരണമെന്ന് പാറുമോള് പറഞ്ഞു. കുടുംബത്തിന് വേണ്ടി പാറുമോള് പറയുന്നത് അനുസരിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ഞാൻ പാറുമോൾക്ക് സത്യം ചെയ്തു കൊടുത്തു. ഇനി ഞാൻ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കും. ഞാനറിയുന്ന കാര്യം ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സാവാനം കിട്ടൂല. അല്ല, അതുകൊണ്ടാ പറഞ്ഞു പോയത്. ക്ഷമിക്കണം. പറഞ്ഞോട്ടെ. പറഞ്ഞു തോലക്കെടുതാൻ. അതെ, ഈ ശങ്കരൻ താനെ കുടിയിരുത്തിയൊന്നും അല്ല. പാറുമോള അയാളെ കുടി നിർത്തിച്ചത്. നമ്മള് വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങള്. ഗിരിയെ കെട്ടിയത് അബദ്ധമാണെന്നോർത്ത് പാറു സങ്കടപ്പെടുമെന്നല്ലേ നമ്മൾ കരുതിയത്. എന്നാൽ അതല്ല സ്ഥിതി. പാറുമോളിപ്പോ ആ കുടുംബത്തിലെ അംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവളവിടെ വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. സത്യം. അങ്ങനെയാ ശങ്കരൻ കവലെ വന്ന് പറഞ്ഞിട്ട് പോയത്. ആ നേരത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിലും കേട്ടവരെല്ലാം വിശദമായിട്ട് തന്നെ എന്നോട് പറഞ്ഞു. അപ്പോ എന്റെ കണക്കൂട്ടലുകൾ തെറ്റാണല്ലോ. അതങ്ങനെ തെറ്റാൻ പാടില്ല. റാണി, രശ്മി, ഞാൻ റെഡിയായി. വേഗം വാ. ഇതെന്തിനെടുത്തത്? അയ്യോ, ഞാനിത് വേണമെന്ന് വെച്ചെടുത്തല്ല, തറയിൽ വീണപ്പോ എടുത്തു നോക്കിയതാ. മോൾക്ക് പെർഫ്യൂം കിട്ടിയായിരുന്നല്ലോ അല്ലേ? കിട്ടി. അല്ല, ഇതെന്ത് കടലാസാ? അതിലെന്താ എഴുതിയിരിക്കുന്നേ?
അതൊരു സർട്ടിഫിക്കറ്റാ. ആ. എന്താ ഇവിടെ? നിങ്ങൾ ഇറങ്ങുന്നില്ലേ? ആ ദേ ഇറങ്ങുക. നീ ചെല്ലേ, ഞാൻ എന്റെ വാച്ച് എടുത്തിട്ട് വരാമേ. റാണി വാ. അതെ, എന്താ ഉദ്ദേശം? നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു. ടൗണിൽ പോകുന്നു. അതിന് ഈ മാസത്തെ ടൗണിൽ പോക്കും സാധനം വാങ്ങിക്കലൊക്കെ കഴിഞ്ഞില്ലേ? അല്ല, പെട്ടെന്ന് എന്താ ഇത്ര അത്യാവശ്യം? നിങ്ങക്ക് വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? അവർക്ക് ആവശ്യമുണ്ട്. ആണോ? എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. അതിനുവേണ്ടി എല്ലാരും കൂടെ ടൗണിലേക്ക് പോകണമെന്നില്ലല്ലോ. ഇവർക്ക് വേണ്ടത് ഗിരിയേട്ടനാണോ വാങ്ങുന്നത്? അതാണ് ഇവിടുത്തെ പതിവ്. ആ പതിവിന് വേണ്ട. ഏ